അപ്പോൾ അതുപോലെ ഈ ആഴ്ച നമ്മൾ ചന്തയിലെത്തിയിരിക്കുകയാണ്. ഏകദേശം 1:15 മണിയായപ്പോൾ ചന്തയിലെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ആഴ്ചയും പോത്തുംകുട്ടികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ തുടർച്ചയായിട്ട് 2 ആഴ്ചയിലും പോത്തുംകുട്ടികൾ വന്നിട്ടുണ്ട്. നല്ല പോത്തുംകുട്ടികൾ, ക്രോസ് ബ്രീഡ് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ 2 ചെറിയ പട്ടിക്കുട്ടികൾ ഇവിടുന്ന് ഓടിക്കളിക്കുന്നു. ഇവിടെ നിൽക്കുന്ന എല്ലാം നല്ല കുട്ടികളാണ്, അത്യാവശ്യം നല്ല വൃത്തിയുള്ള കുട്ടികളാണ്. അവർ ലാട്ട് കെട്ടി തുടങ്ങിയിട്ടില്ല. കുട്ടികളെല്ലാം രാത്രി ലോഡ് വന്ന് ഇറങ്ങി. കുറേ കുട്ടികളൊക്കെ കച്ചവടമായി പോയെന്നാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ ബാക്കിയാണ്. ഏകദേശം ഒരു 100-200ഓളം കുട്ടികൾ ഇനി വിൽപ്പനയ്ക്കായിട്ടുണ്ട്. എന്തായാലും ഈ ആഴ്ചയും കുട്ടികൾ വന്നിട്ടുണ്ട്. നല്ല കുട്ടികളുണ്ട്. നല്ല കുമ്പന്തലയൊക്കെ വൃത്തിയുള്ള കുട്ടികൾ ഈ ആഴ്ചയും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൂടെ സുഹൃത്തുക്കളുണ്ട്. അല്ലാതെ കുറച്ച് പേർക്ക് കുട്ടികളെ എടുക്കണം. നല്ല കുട്ടികൾ ഈ ഭാഗത്ത് നിന്നിപ്പുണ്ട്. സെലക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വില കൂടും. അവർ ലാട്ടായിട്ട് കെട്ടുമ്പോൾ നമുക്ക് ഒന്നിച്ചൊരു വിലയ്ക്ക് എടുക്കാൻ കഴിയും. അതിന് നമ്മൾ ക്രോസ് കുട്ടികളെ മാത്രം തിരഞ്ഞെടുത്ത് എടുക്കുമ്പോൾ അവർ നല്ല വില ചോദിക്കും. എന്തായാലും ഈ ഭാഗത്തൊക്കെ നല്ല കുട്ടികൾ നിൽപ്പുണ്ട്. അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് 23 രൂപ 25 രൂപയൊക്കെയാണ് അവരെ കുട്ടികൾക്ക് ചോദിക്കുന്നത്. അവർ ലാട്ട് കെട്ടി തുടങ്ങിയതേ ഉള്ളൂ. എല്ലാത്തിനും ലാട്ട് കെട്ടി തുടങ്ങിയതേ ഉള്ളൂ. ഇനി ശരിക്കുള്ള കച്ചവടം തുടങ്ങുന്നത്. ലാട്ട് കെട്ടി തുടങ്ങുന്നുണ്ട്. നല്ല കുട്ടികൾ, അത്യാവശ്യം നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളും എല്ലാം കൂടെ മിക്സഡായിട്ടാണ് അവർ കെട്ടുന്നത്. എല്ലാം മിക്സ് ചെയ്താണ് അവർ കെട്ടി റെഡിയാക്കി നിർത്തുന്നത്. എന്നിട്ട് ഒറ്റ വില, ഒരു 15-20 കുട്ടികൾ ഒറ്റ ലാട്ടായിട്ട് കെട്ടിയിട്ട് ഒറ്റ വിലയാണ് അവർ പറയുന്നത്. നമുക്കതിൽ മുതലാവുന്ന വില നമുക്ക് പറയാം, അതിലൊന്നും കുഴപ്പമില്ല. എന്തായാലും 2-3 ആഴ്ച കുട്ടികളില്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും 2 ആഴ്ചയായിട്ട് കുട്ടികൾ വരുന്നുണ്ട്. എന്തായാലും അവരുടെ ലാട്ട കെട്ടി തീരട്ടെ, എന്നിട്ട് നമുക്ക് വിലയും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇത് 25 രൂപ മേനി വിലയാണ് ഇപ്പോൾ ഈ ലാട്ട് കെട്ടുന്ന കുട്ടികൾ ചോദിക്കുന്നത്. ഇവിടെ നിൽപ്പുണ്ട്. ഇത് 23,000 രൂപ മേനി വില ചോദിക്കുന്ന കുട്ടികളാണ്. അവിടെ വണ്ടികളൊക്കെ വരുന്നുണ്ട്. ലോഡ് ഇറങ്ങി തുടങ്ങിയതേ ഉള്ളൂ. ഇനിയും കുട്ടികൾ വരാനുണ്ട്. ആന്ധ്ര കുട്ടികളൊക്കെ ആ ഭാഗത്ത് കുറച്ച് നിൽപ്പുണ്ട്. അവിടെ കുറച്ച് എരുമ കുട്ടികളും പോത്ത് കുട്ടികളും നിൽപ്പുണ്ട്. നാടൻ കുട്ടികളാണ്. മേനി വില 40 രൂപയാണ് അവർ ചോദിക്കുന്ന എരുമയ്ക്ക്. വളർത്താനും ഇറച്ചി ആവശ്യത്തിനും പറ്റിയ എരുമയാണ്. 40 രൂപ ചോദിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് കർണാടക കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. അതിന് 21-23 തന്നെയാണ് ചോദിക്കുന്നത്. 21-23 രൂപ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഇതെല്ലാം നല്ല ഐശ്വര്യമായിട്ട് അവർ ലാട്ട് കെട്ടിയിരിക്കുകയാണ്. 18,000 രൂപ 20,000 രൂപയൊക്കെ ചോദിക്കുന്നുമുണ്ട്. പല റേറ്റിനുള്ള കുട്ടികൾ ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ട്. നമ്മൾ 1-2 പേർക്ക് വേണ്ടി വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കച്ചവടം നടക്കുമല്ലേ നോക്കാം. ഒറ്റലാട്ട് 17 കുട്ടികളുണ്ട്. ഇതെല്ലാം കച്ചവടമായി പോയ കുട്ടികളാണെന്ന് തോന്നുന്നു. എല്ലാ ചൊവ്വാഴ്ചയും പുലർച്ചെ 2 മണി മുതലാണ് ഇവിടെ ചന്ത വരുന്നത്. ആഴ്ചയിൽ ഒരു ദിവസമാണ് ചന്ത. ചൊവ്വാഴ്ച ദിവസമാണ്. ഇതിപ്പോൾ ഈ വണ്ടിയിൽ വന്നിറങ്ങിയ കുട്ടികളാണ്, കർണാടക കുട്ടികളാണ് കൂടുതലും ഈ ഭാഗത്ത് കിടക്കുന്നത്. ചെറിയ കുട്ടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ചെറിയ കുട്ടികൾക്ക് അവർ 14 രൂപ 15 രൂപ ചോദിക്കുന്നുണ്ട്. അത് കർണാടക കുട്ടികളാണെന്ന് തോന്നുന്നു. വളർത്തുകാർക്ക് അത്ര പറ്റിയതല്ല. പക്ഷേ അതിൽ നല്ല വൃത്തിയുള്ളൊരു കുട്ടി അതിന് നിൽപ്പുണ്ട്. അതിനെ അവർ 25 രൂപയാണ് ചോദിക്കുന്നത്. ഈ ഒരു കുട്ടിക്ക് 25 രൂപയാണ് ചോദിക്കുന്നത്. 25 രൂപ ചോദിക്കുന്നുണ്ട്. ആ ചെറിയ കുട്ടിക്ക് അവർ 15 രൂപയും ചോദിക്കുന്നുണ്ട്. ഏകദേശം വേറെ പാർട്ടി അത് കച്ചവടം പറഞ്ഞുകൊണ്ട് പോവുകയാണ്. വേറെ കച്ചവടം പറഞ്ഞുകൊണ്ട് പോയിരിക്കുകയാണ്. ഇനി കുറച്ച് നേരം വെളുത്തതിന് ശേഷം വീഡിയോ എടുക്കാം. അങ്ങനെ നേരം വെളുത്തപ്പോൾ ചന്തയിലെ അവസ്ഥ ഇതാണ്. ഇവിടെ ഒരു നല്ലൊരു എരുമ നിപ്പുണ്ട്. വളർത്തുകാർക്ക് പറ്റിയ നല്ലൊരു എരുമ നിപ്പുണ്ട്. 1 വയസ്സിന് മേളിൽ പ്രായമുള്ള ഒരു എരുമയാണ്. 42 രൂപ ചോദിക്കുന്നുണ്ട്. ചെറിയ ചെറിയ പോത്തുംകുട്ടികളൊക്കെ ഇനി നിൽപ്പുണ്ട്. ബാക്കി എല്ലാ കുട്ടികളും കച്ചവടമായി പോയി. പോത്തുംകുട്ടികൾ ബാക്കിയുള്ള എല്ലാം പോയി. എരുമ കുട്ടികളും ചെറിയ എരുമ കുട്ടികൾ ഇവിടെ നിൽപ്പുണ്ട്. 15 രൂപ 18 രൂപ 20 25 ചോദിക്കുന്ന എരുമ കുട്ടികൾ നിൽപ്പുണ്ട്. ഇവിടെ നിൽക്കുന്നതെല്ലാം വിൽപ്പനയ്ക്കായിട്ടുള്ള എരുമ കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. പല റേറ്റിനുള്ള എരുമ കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. വളർത്തുകാർക്ക് പറ്റിയ എരുമ കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. ചെറിയ പോത്തും കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. കർണാടക കുട്ടികളാണ് കൂടുതലും ആ ഭാഗത്ത് നിൽക്കുന്നത്.
പല റേറ്റിനുമുള്ള കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. ചന്തയ്ക്കകത്ത് നമ്മൾ ഇതുവരെ കയറില്ല. നമ്മൾ സബ്സ്ക്രൈബർക്ക് വേണ്ടി ഒരു 5 കുട്ടികളെ എടുത്തിട്ടുണ്ട്. പാലക്കാട്, ഹരിപ്പാട്, കൊല്ലത്തേക്ക് വേണ്ടി 5 കുട്ടികളെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ആ എടുത്ത കുട്ടികളെ പോയെന്ന് കാണാം. ആലുവയിൽ നിന്ന് വന്ന സുഹൃത്തെടുത്ത കുട്ടികളും ഇവിടെ 2 കുട്ടികൾ അവിടെ വിശ്രമിക്കുന്നു. ഇത് നമ്മൾ പാലക്കാട്ടേക്ക് ഉള്ള സുഹൃത്തിന് വേണ്ടി എടുത്തതാണ്. 2 പേരും വിശ്രമിക്കുന്നുണ്ട്. ഇനി അടുത്ത കുട്ടി ഇതാ ഇവിടെ നിൽപ്പുണ്ട്. ഇതൊരെണ്ണം കൊല്ലത്തേക്കുള്ള സുഹൃത്തിന് വേണ്ടി എടുത്തതാണ് ഈ ഒരു കുട്ടി. ഈ ഒരു പോത്തുകുട്ടിയും അതിനപ്പുറം നിൽക്കുന്ന പോത്തുകുട്ടിയും ഹരിപ്പാടുള്ള സുഹൃത്തിന് വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും വീഡിയോ അയച്ചു കൊടുത്ത് അവർക്ക് കുട്ടി ഇഷ്ടപ്പെട്ട് അവർ ക്യാഷ് എല്ലാം GPay ചെയ്ത് തന്നായിരുന്നു. അപ്പോൾ 5 കുട്ടികളെ ഇന്ന് ഞാൻ 3 പേർക്കായിട്ട് എടുത്തിട്ടുണ്ട്. 5 കുട്ടികളെ എല്ലാവരും വിശ്രമിക്കട്ടെ. വണ്ടിക്കാരെ ഏൽപ്പിച്ച് അവരിനി കൊല്ലത്തേക്ക് പോകുന്ന വണ്ടിയിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചന്തയ്ക്കകത്തോട്ട് പോയി നോക്കാം. മൂരിയാണോ പശുവാണോ എന്നറിയില്ല. അത് എന്തായാലും നല്ല തിരക്കുണ്ട്. അത്യാവശ്യം കന്ന് വന്നിട്ടുണ്ട്. വിലയും കൂടുതൽ തന്നെയാണ്, കുറവെന്ന് പറയാനില്ല. വില കൂടുതൽ തന്നെയാണ്. അവർ 500 രൂപയൊക്കെയാണ് കിലോ മതിപ്പോൾ അവർ ചോദിക്കുന്നത്. അവരുടെ ചോദ്യമൊക്കെ ഒരു 1.5 ചോദ്യം തന്നെയാണ്. പശുക്കളൊക്കെ കണ്ടമാനം വന്നിട്ടുണ്ട്. ഇടക്കറ പശുക്കളൊക്കെ കണ്ടമാനം വന്നിട്ടുണ്ട്. വിലയും അതേപോലെ കൂടുതൽ തന്നെയാണ്. പഴയതുപോലെ ചന്തയിൽ കന്ന് കയറുന്നില്ല. ഇപ്പം മണി 7 ആവുന്നു. എന്തായാലും നല്ല തിരക്കുണ്ട്. കന്നും നല്ല ഇടക്കറ പശുക്കളൊക്കെ ഈ ആഴ്ച ഒരുപാട് വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് വയ്ക്കുന്ന എല്ലാം കുട്ടിയുള്ള കറവ പശുക്കളാണ്. കുട്ടിയുള്ളതും കുട്ടിയില്ലാത്തതുമായ കറവ പശുക്കളൊക്കെയാണ് ഇതാ ഇവിടെ നിൽക്കുന്നത്. 50,000 രൂപയൊക്കെയാണ് ഓരോന്നിനും ചോദിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് വില ചോദിച്ച് നമ്മളിങ്ങനെ പോവുകയാണ്. നമ്മളെ കൂടെ ഒരു സുഹൃത്തുണ്ട്. നല്ലൊരു പശുക്കുട്ടി എടുക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നല്ല പശുക്കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. നല്ല വില ചോദിക്കുന്നുണ്ട്. ഒരു വയസ്സിനടുത്ത് പ്രായമുള്ള നല്ല HFൻ്റെയും ജേഴ്സി പശു കുട്ടിയൊക്കെ അവർ 20 രൂപ 21 രൂപയൊക്കെയാണ് അവർ ചോദിക്കുന്നത്. നല്ല ചോദ്യമുണ്ട്. ഇവിടെയൊക്കെ നിൽക്കുന്ന നല്ല കുട്ടികളാണ്, വളർത്താൻ പറ്റിയ നല്ല കുട്ടികളാണ്. 18 രൂപ 20 രൂപ ചെറിയ കുട്ടികൾക്ക് ചോദിക്കുന്നുണ്ട്. നല്ല വില ചോദിക്കുന്നുണ്ട്. ഈ ആഴ്ചയും നല്ല കുട്ടികളാണ്, വളർത്താൻ പറ്റിയ HFൻ്റെയും ജേഴ്സി കുട്ടികൾ നല്ല കുട്ടികൾ നിൽപ്പുണ്ട്. 18 രൂപ 20 രൂപ ചോദിക്കുന്നുണ്ട് ഓരോന്നിനും. ഒരു 10 മാസം ഒരു വയസ്സിന് താഴെയുള്ളതുണ്ട്. നല്ല കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. നല്ല വിലയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞ് നമുക്ക് ഈ ആഴ്ച എടുക്കേണ്ട, അടുത്ത ആഴ്ച നോക്കാമെന്നാണ് പറഞ്ഞത്. അതിൽ നിൽക്കുന്ന നല്ലൊരു കുട്ടിയാണ്. HFൻ്റെ നല്ലൊരു കുട്ടിയായിരുന്നു. പക്ഷെ അതിന് 18,000 രൂപ ചോദിക്കുന്നുണ്ട്. ഒരു 7-8 മാസം പ്രായം വരും. അതിൻ്റെ നല്ല തിരക്കുണ്ട്. ഇവിടെ ഉള്ളവർ തന്നെയാണ് കൂടുതലും പശുക്കുട്ടികളെ വാങ്ങുന്നത്. നല്ല വൃത്തിയുള്ള പശുക്കുട്ടിയൊക്കെ അവർ തന്നെയാണ് വാങ്ങുന്നത് കൂടുതലും. ഇനി അങ്ങ് ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. ഇവിടെയും കുറച്ച് നല്ല പശുക്കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. ചെറിയ പശുക്കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. ഒരു 12 രൂപ 13 രൂപ ചോദിക്കുന്ന ചെറിയ പശുക്കുട്ടികളൊക്കെ ഇപ്പോൾ ഉണ്ട്. പക്ഷെ അതിനൊക്കെ വാങ്ങി നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്ത് കൊണ്ടുവരുന്ന കാര്യം റിസ്ക്കുള്ള കാര്യമാണ്. ഈ ഒരു പശുക്കുട്ടിക്ക് അവർ 13 രൂപയാണ് ചോദിച്ചത്. 13,000 രൂപ ചോദിച്ചു. പക്ഷേ അത് ചെറിയ പശുക്കുട്ടിയാണ്. അതൊക്കെ ഒരു 10 രൂപയ്ക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പശുക്കുട്ടിക്കൊക്കെ ഇപ്പോഴും നല്ല ഇവിടെ വില കൂടുതലാണ്. നല്ല കുട്ടികൾക്ക് നല്ല വിലയാവും. ചില ആഴ്ചയിൽ പറയാൻ പറ്റില്ല, നല്ല ലാഭത്തിന് കിട്ടുകയും ചെയ്യും. അത് കന്ന് ഇറങ്ങുന്ന കണക്കിരിക്കും. കോളുകാരുണ്ടെങ്കിൽ അവരതനുസരിച്ച് വില കയറ്റും. കോളുകാരില്ലെങ്കിൽ വില കുറയ്ക്കും. അതാണ് ഇവിടുത്തെ കച്ചവടം. നല്ല കുട്ടികൾ ഇതാ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. എന്തായാലും ചന്തയിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. 7:30 മണിയായി. കന്നുകാലികൾ ഇനി ഒരുപാട് വിൽപ്പനയ്ക്കായിട്ട് ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഈ ആഴ്ച ഇതൊക്കെയാണ് വില കുറവെന്ന് പറയാനില്ല. അത്യാവശ്യം നമ്മൾ കുറച്ച് പോത്തും കുട്ടികളെ കിട്ടി. അത് തന്നെയാണ് മെച്ചം. നല്ല കുട്ടികളൊക്കെ ആദ്യമേ കച്ചവടമായിപ്പോയി. കുറച്ച് എരുമ നിൽപ്പുണ്ട് ഇവിടെയൊക്കെ മീറ്റ് ഹൗസിനുള്ള. അതൊക്കെ കച്ചവടമായതാണ്. എരുമ ഇപ്പോൾ കുറച്ചേ വരുന്നുള്ളൂ ചന്തയിൽ. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അതിലും നല്ല വീഡിയോകൾ വരുന്നതാണ്. അവസാന ഘട്ടം
ചന്തയിൽ കുറച്ചുകൂടി കന്നുകൾ ഇപ്പോൾ ഇവിടെ ആരോ കൊണ്ടുവന്നതാണ്. അവർ കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെയാണ്. ഇവിടെയും കുറച്ച് പശുക്കളൊക്കെ നിൽപ്പുണ്ട്. നല്ല കുട്ടികൾ തന്നെയാണ് ഇതായി നിൽക്കുന്നത്. നല്ല പശുക്കുട്ടികളൊക്കെ ഒരുപാട് എല്ലാ ആഴ്ചയിലും വരുന്നുണ്ട്. പക്ഷെ വിലയാണ് വിഷയം. പല റേറ്റിനുമുള്ള സാധനങ്ങൾ ചന്തയിലുണ്ട്. ഇടക്കറ പശുക്കൾ എന്താ ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ, ബായ്.